ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും PG അഡ്മിഷൻ അപേക്ഷ ക്ഷണിക്കുവാൻ പോവുകയാണ്. ഏറ്റവും ആദ്യമായിട്ടാണ് MG യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് സ്കൂളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള, അതായത് നിങ്ങളുടെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ PG CAP 2024 എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പേജിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, PG അതായത് നിങ്ങളുടെ ഡിഗ്രി, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ഏകജാലക സംവിധാനത്തിലൂടെയുള്ള MG യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷനാണ്. നേരത്തെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ തന്നെ അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളുമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്മിഷനിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏകജാലക സംവിധാനം വഴിയുള്ള അപേക്ഷയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യലാണ്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരമാവധി 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ 30 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ എല്ലാ ഓപ്ഷൻസും കൊടുക്കുക. ശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണ് ഗവൺമെൻറ്, ഏതൊക്കെയാണ് സെൽഫ് ഫിനാൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് കോളേജസ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡ് കോളേജുകൾ, അതേപോലെ തന്നെ എയ്ഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജ്, എയ്ഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ്, സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ഓക്കെ, ഇത്രയും കോളേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് എയ്ഡ് കോളേജിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെ ജസ്റ്റ് നോർമലായിട്ടുള്ള എക്സാം ഫീ ഉൾപ്പെടെയുള്ള കാര്യം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ സെമസ്റ്ററും നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കോഴ്സുകളായിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജ് നോക്കാം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ PG പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് കോളേജിൽ ഇവിടെ നിൽക്കണം ഗവൺമെൻറ് ആർട്സ് പത്തനംതിട്ട, തൃപ്പൂണിത്തറ, ഓക്കെ, അതേപോലെ ഗവൺമെൻറ് കോളേജ് സാന്തൻപാറ, കട്ടപ്പന, മൂന്നാർ, ഏകദേശം നിങ്ങൾക്ക് 7-8ഓളം കോളേജിൽ ഗവൺമെൻറ് കോളേജിലായിട്ടുണ്ട്. ഇനി അതുപോലെ എയ്ഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അത് MES കോളേജ് SNM കോളേജ് ഉൾപ്പെടെ, അതായത് ഓരോ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ പെടുന്നവർക്ക് റിസർവേഷൻ നൽകുന്ന കോളേജാണ് ബാക്ക്വേർഡ്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ ആ കമ്മ്യൂണിറ്റിയുടെ അണ്ടറുള്ള കോളേജാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. ഇനി എയ്ഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ്, അപ്പോൾ എയ്ഡ് ഫോർവേഡ് വിഭാഗത്തിൽ വരുന്ന കോളേജാണ് ഇത്രയും കോളേജുകൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഫിനാൻസ് കോളേജിൽ, അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിശ്ചിത ഫീസ് കൊണ്ട് പഠിക്കേണ്ട കോളേജിലായിരിക്കും സെൽഫ് ഫിനാൻസ് കോളേജ്. അപ്പോൾ ഇത്രയും കോളേജിലാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഏകദേശം എത്രയാണ് ഗവൺമെൻറ് എയ്ഡ് കോളേജ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ നിങ്ങൾക്കിവിടെ പ്രോഗ്രാംസ്, അപ്പോൾ നിങ്ങൾ ഏതാണ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് MA, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് MA എക്കണോമിക്സ് അല്ലെങ്കിൽ MA ഇംഗ്ലീഷാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ MA ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോളേജുകളും സീറ്റുകളാണ് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കോളേജുകളുടെയും അതേപോലെ തന്നെ കോഴ്സുകളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി വെക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ അപേക്ഷയിലോട്ട് പോവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസും കോളേജുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ നിങ്ങൾ അപേക്ഷയിലോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ്, ഒന്നാമതായിട്ട് സാധാരണ രീതിയിൽ നിങ്ങളെല്ലാ അപേക്ഷയും സെയിം അപേക്ഷ രീതി തന്നെയാണ്. ഞാൻ നേരത്തെ BEdൻ്റെ അപേക്ഷ ചെയ്തിരുന്നു, അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു അപേക്ഷയും. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വഴി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അപേക്ഷയുടെ കൂടെ കൊടുക്കുന്ന പാസ്വേഡുമാണ് നിങ്ങൾ പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതായത് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ SLC ബുക്കിൽ അതേ രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെ അതേ മാർക്ക്, ഏതാണ് യൂണിവേഴ്സിറ്റി, ആ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ കൺസോൾട്ടഡ് മാർക്ക് ലിസ്റ്റ് അതേ രീതിയിൽ നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒരു PDF സ്കാൻ ചെയ്ത് നിങ്ങൾ ഒരു 200 KB കൂടാത്ത രീതിയിൽ ഒരു ജസ്റ്റ് PDF ആക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന രീതിയാണ്. അതായത് നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നിങ്ങൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് UPI അത് ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ലിങ്ക് കൂടെ ഉണ്ട്. അതായത് ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ലൈവായിട്ട് കാണിക്കുന്നില്ല, ഇവിടെ നിങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഹോം പേജിൻ്റെ രണ്ടാമത്തെ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും ലഭിക്കുന്നതായിരിക്കും. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ പറയുന്ന ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഫൈനൽ സബ്മിഷൻ ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്ത് ഡാറ്റകളൊക്കെ ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്കൊരു PDF ലഭിക്കുന്നതായിരിക്കും. ആ PDF ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു PDF ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി അതേപോലെ എഡിറ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പരമാവധി തെറ്റ് വരുത്താതെ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻസൊക്കെ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ കൊടുക്കുക. ശേഷം നിങ്ങൾ ലാസ്റ്റ് സെൽഫ് ഫിനാൻസുകളും നിങ്ങൾ കൊടുത്തിടുക. പരമാവധി 30 വരെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 6 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിടാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയ ശേഷം മാത്രം കൊടുത്തിടുക. അപ്പോൾ എന്തായാലും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റ്, അതായത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എഡിറ്റ് ഓപ്ഷൻസ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതേപോലെ തന്നെ മറ്റു റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഓരോ വിഭാഗത്തിൻ്റെയും കീഴിലുള്ള, അതായത് നേരത്തെ പറഞ്ഞ എയ്ഡഡ് ഫോർവേഡ് കോളേജിലുണ്ട്, അതായത് എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിലെ കോളേജുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട ആയിക്കോട്ടെ, ഇനി അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുത്തിടണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ കൊടുത്തതിന് ശേഷം മാത്രമാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ എന്തായാലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. പരമാവധി നിങ്ങൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള, അതായത് കേരളത്തിലെയും പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു അഡ്മിഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.